പ്രൗഢഗംഭീരമായ ചടങ്ങ് ആയിരുന്നു UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് എന്ന്. ആ ചടങ്ങിൽ നിരവധിയായ ആളുകൾ പങ്കെടുത്തിരുന്നു. ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ നമ്മൾ ആ ചടങ്ങിൽ കണ്ടതാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഒരുപാട് പ്രവർത്തകർ ആ ചടങ്ങിൻ്റെ ഭാഗമായി UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ. അതിനിടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ യുവനടി റിനി ആൻ ജോർജിനെ അവിടെ ആൾക്കൂട്ടം കൂകി വിളിക്കുകയുണ്ടായി. അത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമാണ്. കണ്ണുകടിയുണ്ടായ ചില കുലംകുത്തികൾ ഓരിയിട്ടുവെങ്കിലും അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിച്ചു എന്നാണ് റിനിയുടെ പ്രതികരണം. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന തന്നെ കോൺഗ്രസുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് റിനി മറുപടി നൽകുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നമുക്കറിയാം ഈ റിനി അത് കോൺഗ്രസിലെ കുറേ അധികം ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു പേരായി മാറിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന MLAക്ക് എതിരെ ആദ്യം വിമർശനം ഉന്നയിച്ചത് റിനിയാണ്. റിനിക്ക് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്. കോൺഗ്രസുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ആൾ കൂടിയായിരുന്നു റിനി അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയപ്പോൾ കുറേയധികം ആളുകൾ കൂകി വിളിച്ചതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ വിഷയത്തിൽ എന്താണ് റിനിക്ക് പറയാനുള്ളത്? എന്ത് മറുപടിയാണ് റിനി ഇതിൽ നൽകുന്നത്? അഭിലാഷ, ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തനിക്കുണ്ടായ അനുഭവമാണ് അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതിൽ പക്ഷേ അവർ തുടക്കം മുതൽ തന്നെ പറയുന്നു, തന്നെ അപമാനിച്ചവർ അതിൽ കോൺഗ്രസ്സുകാരല്ല എന്ന രീതിയിലെല്ലാം തന്നെ റിനി ആ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടം എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ അവർക്ക് അവിടെ എത്തിയപ്പോഴുണ്ടായ ഒരു അനുഭവം പറയുന്നതോടൊപ്പം ഒരു വലിയ സന്തോഷം പങ്കുവച്ചാണ് കുറിപ്പ് തുടങ്ങുന്നത്. താൻ ഇതുവരെ MLA ആയി കണ്ടിരുന്ന ഒരാൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിലെ വലിയ സന്തോഷം കൊണ്ടാണ് താൻ അവിടെ എത്തിയതെന്ന് പറയുന്നു. പക്ഷേ തന്റെ നിലപാടുകൾ തന്നെ അംഗീകരിക്കാത്ത ചിലരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അപമാനമാണ് തനിക്ക് കേൾക്കേണ്ടി വന്നത്. അവരുടെ കൂക്കുവിളിയിലൂടെയാണ് താനത് കടന്നുപോയത്. പക്ഷെ തന്നെ അവിടെ നിന്ന് കൂക്കി വിളിച്ച് അവിടെ നിന്ന് ഓടിച്ചു എന്ന് പറയുന്നവരെല്ലാം ഉണ്ട്. അവർക്ക് വേണ്ടി താൻ ഈ ചിത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ വേദിക്ക് സമീപം അവർ നിൽക്കുന്നതും ഒപ്പം തന്നെയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ വരുന്ന കമന്റുകളിൽ കുറെയെങ്കിലും ഇവർക്ക് എതിരായിട്ടുള്ള രീതിയിലുള്ള കമന്റുകളെല്ലാം തന്നെ അവിടെ വരുന്നുണ്ട്. കോൺഗ്രസ് അത് സൂക്ഷിക്കണം എന്ന രീതിയിലെല്ലാം തന്നെ ആ രീതിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്ന കമന്റുകൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു പരാതി അടക്കമുള്ള കാര്യങ്ങളാണ്, ആ രീതിയിലുള്ള ഇവരുടെ ഒരു പ്രസ്താവനകളടക്കമുള്ള കാര്യങ്ങളാണ് ഇവരെ കോൺഗ്രസിലൊരു വിഭാഗം ഇവർക്കെതിരെ തിരിയാനുള്ളൊരു കാരണമായിട്ടെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിന്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു ഇന്നലെ അവിടേക്ക് ഇവർ എത്തുമ്പോൾ റിനി അവിടേക്ക് എത്തുമ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായത്. അവരതിലൊരു പ്രതിഷേധം സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ പറയുകയും ചെയ്യുന്നു, ഈ രീതിയിലാണ് അവിടെ നിന്ന് തനിക്ക് ലഭിച്ച പ്രതികരണം. താൻ ആരുടെയും കൂക്കുവിളിയിൽ ഭയപ്പെട്ടോ നിരാശപ്പെട്ടോ താൻ അവിടെ നിന്ന് പോന്നിട്ടില്ല. മറിച്ച് താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. തന്റെ നിലപാടുകൾ ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്നതാണ് അവരെ കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും വലിയ ആഘോഷപരമായ ചടങ്ങ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന്, അതായത് കോൺഗ്രസുകാർ അവകാശപ്പെടുന്നത് 1,00,000-ഓളം പേർ എങ്കിലും എത്തിയിരുന്നു. അവരിൽ പലർക്കും ആ വേദിയിലേക്കൊന്നും സദസ്സിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത, സെൻട്രൽ സ്റ്റേഡിയത്തിന് അടുത്തുപോലും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അത്രമേൽ വലിയ ചടങ്ങോടുകൂടി തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ നടന്നത് എന്നതിലും തർക്കമില്ല. അതിനിടയിലും അതിൻ്റെ ശോഭ കെടുത്തുന്ന ഒന്നായിരുന്നു റിനിയെപ്പോലെ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ ആക്രോശങ്ങളും കൂകിവിളികളും എന്നതാണ്. അതൊരു വിഭാഗം ആളുകളാണ് എങ്കിൽ പോലും അതിനെയാണ് റിനി തള്ളിക്കളഞ്ഞത്. അത് രേവന്ത് റെഡ്ഡിയുടെ ചിത്രം അടക്കം പങ്കുവെച്ചുകൊണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ്. അപ്പോൾ തനിക്കെന്ത് സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു ചിത്രം ആയിരുന്നു റിനിയുടെ പശ്ചാത്തലം നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ആരോപണം
ഉയർത്തിക്കൊണ്ടുവന്നതിൽ തുടക്കം കുറിച്ചത് റിനിയാണ്. പിന്നീടായിരുന്നു നിരവധിയായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ അനുഭാവികൾക്ക് റിനിയോട് അസ്വാരസ്യമുണ്ട്. അതായിരിക്കാം പ്രകടിക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.